ദൈവത്തിൻ്റെ പൊന്നുനാമം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങൾ മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസം പരിശുദ്ധ അമ്മയുടെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരുക്കത്തിൻ്റെ നാളുകളാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി നോമ്പ് വ്രതമെടുത്ത് അനുഷ്ഠിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥല ഭയപ്പെട്ട് ദൈവ അനുഗ്രഹങ്ങൾ നേടാനുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണ്. സാധാരണ ഒരമ്മ സഹജമായ ഒരമ്മയുടെ സ്വഭാവമുണ്ട്. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്: തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുന്ന, വേദന സഹിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന അമ്മ. സാധാരണ ഞാൻ ഈ BSc നഴ്സിംഗ് കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, മോളെ, നിൻ്റെ അമ്മ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് ഒന്ന് നിവർന്ന് കിടക്കാൻ പോലും പറ്റിയില്ല. ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കാൻ ആ അമ്മയ്ക്ക് പറ്റിയില്ല. മറ്റുള്ളവർ നടക്കുന്നത് പോലെ വിചാരിക്കുന്ന പോലെ ആയിത്തീരാൻ ഈ അമ്മയ്ക്ക് സാധിച്ചില്ല. ഇരിക്കാനോ കിടക്കാനോ നടക്കാനോ കഴിയാതെ വേദനയിലും പ്രയാസത്തിലും അതിനേക്കാളുപരി മാനസികമായ വ്യഥയിലുമായിരുന്ന അമ്മ നിന്നെ വേദന എടുത്ത് വേദനയോടെ പ്രസവിച്ച് വളർത്തി സംരക്ഷിച്ച് ഇതുവരെയാക്കി. ആ അമ്മ എപ്പോഴും അത്തരത്തിലുള്ളൊരു മനസ്സുള്ളവരാണ്. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി, എൻ്റെ മക്കൾക്ക് എന്തു പറ്റി എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരമ്മ. അങ്ങനെയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മ, പരിശുദ്ധ ദൈവമാതാവ് എത്രയേറെ നമ്മെക്കുറിച്ച് ഉത്കണ്ഠയും ആകുലതയും ഉണ്ടാകുന്നുണ്ടായിരിക്കാം. എത്രയേറെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, വാഞ്ചയോടെ നമ്മെക്കുറിച്ച് കരുതുന്നുണ്ടായിരിക്കാം. ചിന്തിക്കുക. അതിൻ്റെ അനുഭവവും അനുഗ്രഹങ്ങളും നമ്മിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ജനനപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മളിലേക്ക് സമൃദ്ധമായി മാതാവിൻ്റെ മധ്യസ്ഥ കടന്നു വരികയും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ സാധാരണ ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ദൈവമല്ലേ അനുഗ്രഹിക്കുന്നത്? തീർച്ചയായും ദൈവത്തിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. ഈ പ്രാർത്ഥന ഈ ഭൂമിയിലുള്ള ആരും പഠിപ്പിച്ചതല്ല. ഏതെങ്കിലും വിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട പ്രാർത്ഥനയല്ല ഇത്. മറിച്ച് ഈ പ്രാർത്ഥന സ്വർഗം മാനവരാശിക്ക് നൽകിയ പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയോട് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് അറിയിച്ച വചനങ്ങളാണിത്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. നോക്കൂ, എത്ര ഉദാത്തമായ ശ്രേഷ്ഠമായ പ്രാർത്ഥന. സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥന ഉച്ചരിക്കുമ്പോൾ തന്നെ ദൈവകൃപ നമ്മിലേക്ക് നിറയുന്നു എന്ന് വിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോൾ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് സമൃദ്ധിയായി വന്നു ചേരുകയാണ്. ഇനി തീർന്നില്ല. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ആദിയോടന്തം ആരും കൂട്ടിച്ചേർത്ത പ്രാർത്ഥനകളല്ല, അതെല്ലാം തിരുവചനത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ,
മർത്തമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം മാത്രമാണ് വിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനാൽ നിയോഗത്തിനായി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം തിരുവചനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്, തിരുവചനം മാത്രമാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, നിൻ്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത് പരിശുദ്ധ എലിശുബായുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ അവിടെ നിന്ന് എലിശുബായുടെ പ്രതികരണമാണ് ആ വചനം. അതുകൊണ്ട് ആ പ്രാർത്ഥന പല പ്രാവശ്യം ഉരുവിടുമ്പോൾ തന്നെ ദൈവകൃപ നമ്മിലേക്ക് നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പരിശുദ്ധമ്മയിൽ എങ്ങനെ നിറഞ്ഞുവോ അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ നിറയുവാൻ ആ പ്രാർത്ഥന മുഖാന്തരമായി തീരും. അതിന് നമുക്കുണ്ടാകേണ്ട ഒരു യോഗ്യതയുണ്ട്. പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൊരു വലിയ കാര്യമുണ്ട്. അതെങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയും അതിനുശേഷം കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്ത് മരിച്ച് അടക്കപ്പെട്ടു. അങ്ങനെ പരിശുദ്ധമ്മ സ്ലീഹന്മാരോടൊത്ത് ആയിരിക്കുന്ന അവസ്ഥ, കർത്താവിൻ്റെ ശിഷ്യന്മാരോടൊത്ത് പരിശുദ്ധമ്മ ആയിരിക്കുന്ന അവസ്ഥ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു, അഥവാ സെഹിയോൻ മാളികയിൽ ചെന്നു. അവിടെ സെഹിയോൻ മാളികയിൽ വെച്ചാണ് അവർ ഒന്നിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹൽപ്പയുടെ മകനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യോദാസ് എന്നിവരായിരുന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒന്നിച്ചിരിക്കുകയാണ്. ആ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത വചനം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധമ്മ മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകനെ ദുഷ്ടജനം പിടിച്ച് ദണ്ഡിപ്പിച്ച് വേദന അനുഭവിപ്പിച്ച് കുരിശിൽ തറച്ച് വധിച്ചു. ആ അമ്മ വേദനയെല്ലാം സഹിച്ച് തൻ്റെ മകൻ്റെ ശിഷ്യന്മാരോടൊത്ത്, തൻ്റെ മകൻ്റെ പ്രിയപ്പെട്ടവരോടൊത്ത് വേദനയിലും ഞെരുക്കത്തിലും പ്രയാസത്തിലുമായി സെഹിയോൻ മാളികയിലിരിക്കുന്ന സന്ദർഭമാണത്. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയത്ത്, ഈ 8 നോമ്പ് പെരുന്നാളിൻ്റെ 8 നോമ്പിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം. എങ്ങനെയാണ്? മറ്റുള്ളവരോടൊപ്പം, കർത്താവിനെ അറിയുന്നവരോടൊപ്പം, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കണം. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരമ്മ അതിൻ്റെ കുഞ്ഞിനെ, അമ്മയുടെ കുഞ്ഞിനെ പകലന്തിയോളം കളിക്കാനും ഭക്ഷണമൊക്കെ കൊടുത്ത് കളിക്കാനും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിട്ടു. വൈകിട്ടാകുമ്പോൾ അമ്മ മകനെ അടുത്ത് വിളിച്ച് അവനെ നല്ല സോപ്പൊക്കെ വെച്ച് നന്നായിട്ട് കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സുഗന്ധലേപനങ്ങളൊക്കെ പൂശി ഒരു ചെറിയ ഉമ്മ കൊടുത്തിട്ട് അമ്മ പറയും, ദേ ഇനി ചെളിയിലേക്ക് പോകരുത്, ഇനി അഴുക്കിലേക്ക് പോകരുത്, പോയാ അടിച്ച് നിന്നെ ഞാൻ അമ്മ താക്കീത് ചെയ്യുകയാണ്. അമ്മ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധലേപനങ്ങളൊക്കെ പൂശി കവിളിലും നെറുകയിലും ഉമ്മ വെച്ചിട്ടമ്മ പറയുകയാണ്, വാത്സല്യത്തോടെ പറയുകയാണ്, സ്നേഹ അതിരിൻ്റെ അറ്റത്ത് നിന്ന് അമ്മ പറയുകയാണ്, ഇനി നീ തെറ്റിലേക്ക് പോകരുത്, ഇനി നീ അഴുക്കിലേക്ക് പോകരുത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധമ്മ ഈ 8 നോമ്പിൻ്റെ കാലങ്ങളിൽ നമ്മോടും പറയുന്നത് ഇതുതന്നെയാണ്.
ഓരോ ദിവസവും നമ്മോടൊപ്പമായിരുന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മോടും ആവശ്യപ്പെടുകയാണ്, ഇനി തെറ്റിലേക്ക് പോകരുത്, ഇനി അഴുക്കിലേക്ക് പോകരുത്. ഈ 8 നോമ്പ് കാലത്ത് അമ്മ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധമായ വസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നല്ല വസ്ത്രം നമ്മെ ധരിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മെ പൊതിയുകയാണ്. എന്നിട്ട് അമ്മ നമ്മോട് പറയുകയാണ്, ഇനി നീ അഴുക്കിലേക്ക് പോകരുത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് താഴ്മയോടുകൂടെ ഇരിക്കാം. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. 8 നോമ്പിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് നേടാൻ അമ്മയുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. ഒന്നാമത്തെ കാര്യം അതാണ്. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിലായിരുന്നു. അമ്മയോട് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അറിയിച്ചതും ആ വചനം ഇങ്ങനെയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാമതുള്ള വാക്യം. ഗലീലായിലെ നസ്രയത്ത് എന്ന പട്ടണത്തിൽ കന്യകയുടെ അടുക്കിലേക്ക് ദൂതൻ അയക്കപ്പെട്ടു. നസ്രയത്ത് എന്ന പട്ടണത്തിൽ, ഗലീലായിലെ നസ്രയത്ത് എന്ന പട്ടണത്തിൽ കന്യകയുടെ അടുത്തേക്ക് ആ കന്യക പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ദൈവ ആശ്രയത്തിലുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അവളോട് അറിയിച്ചത്. എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ, കൃപ ലഭിച്ചിരിക്കുന്നു നിനക്ക്, നീ കൃപയാൽ നിറയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ 8 നോമ്പ് കാലം പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയുടെ തീഷ്ണതയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മെ നിറയ്ക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മെ ചുറ്റും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വ്യാധികൾ നമുക്ക് മോചനം നൽകും. തീർന്നില്ല. അവിടെ ആ നല്ല വാർത്ത, നല്ല സുവാർത്ത പരിശുദ്ധ അമ്മയോട് അറിയിച്ചു. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. അയ്യോ, പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ഗർഭിണിയായി എന്ന് കണ്ടാൽ ലോകം മുഴുവനും അവളെ അവജ്ഞയോടെ കാണും, അവളെ കല്ലെറിയും, അവളെ ഒഴിവാക്കും. സമൂഹത്തിൽ അനാവശ്യമായി അവൾ മുദ്രകുത്തപ്പെടും. എന്നാൽ പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗത്തിൽ നിന്ന് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധ അമ്മ അത് ക്ഷമയോടെ, ശാന്തതയോടെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പദ്ധതികളെ സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ, ശാന്തതയോടെ സ്വീകരിക്കാനുള്ള ഒരുക്കം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായി. അത് പ്രാർത്ഥനയിലൂടെ അമ്മ ആർജിച്ചതാണത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 8 നോമ്പ് കാലത്ത് പ്രാർത്ഥനയോടുകൂടെ, താഴ്മയോടുകൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടാനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ദൂതൻ പറയുകയാണ്, ഇതാ നിൻ്റെ ചാർച്ചക്കാരിയായ എലിശബ കൂടി ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്കിത് 6-ാം മാസമാണ്. ദൂതൻ പോയ മാത്രയിൽ പരിശുദ്ധ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് തിടുക്കത്തിൽ, ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം, തിടുക്കത്തിൽ പരിശുദ്ധ അമ്മ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. എവിടേക്കാണ് പോയത്? ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. ആ ദിവസങ്ങളിൽ മറിയാം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ദൂതൻ ഈ കാര്യം അറിയിച്ചപ്പോൾ അന്നിങ്ങനെ വിളിച്ചു പറയാൻ ഫോണൊന്നുമില്ല, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഹായ് എന്ന് പറയാനോ ഗർഭിണിയായി നിനക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു എന്ന് പറയാനോ ഒന്നും അന്ന് സംവിധാനങ്ങളില്ല. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എവിടേക്ക് യാത്ര പുറപ്പെട്ടത്? ഒരു മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നൊരു സ്നേഹം, ദൈവത്തോട് സ്നേഹമുണ്ടാകുമ്പോൾ തൻ്റെ ചാർച്ചയിലും തൻ്റെ ബന്ധത്തിലും തൻ്റെ സ്നേഹത്തിലുമുള്ള എല്ലാവരോടും ആ സ്നേഹം പങ്കുവെക്കുന്ന അനുഭവമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട മറ്റൊരു യോഗ്യതയാണ്. ഒന്നാമത്തെ യോഗ്യത പ്രാർത്ഥനയുടെ തീഷ്ണത. രണ്ടാമത്തെ യോഗ്യത നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വഭാവം. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ, എന്താണ് ആ തിടുക്കമുണ്ടായത്? ഒന്നാമത് പരിശുദ്ധ അമ്മയ്ക്ക്
ആ കാര്യം അറിയാനുള്ള ഒരു ഉദ്വേഗമുണ്ടായി കാണും, അല്ലെങ്കിൽ ഒരു 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 ജിജ്ഞാസ ഉണ്ടായി കാണും. ഇത്രയും നാളും മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവളാണ്, അവൾ ഗർഭിണിയായോ? അതറിയാനുള്ളൊരു ഉദ്വേഗം, ഒരു ജിജ്ഞാസ ഉണ്ടായി കാണും, ആ തിടുക്കം. രണ്ടാമത്, അത് കേട്ടപ്പോൾ ഒരു ആനന്ദമുണ്ടായി. ഇതുവരെ മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾ ഇതാ ഗർഭിണിയായിരിക്കുന്നു, അമ്മയാകുന്നു. തീർച്ചയായിട്ടും ഒരു ആനന്ദമുണ്ടായി. മൂന്നാമത് ഒരാവേശമുണ്ടായി പെട്ടെന്ന്. അതുകൊണ്ടാണ് അമ്മ തിടുക്കത്തിൽ പോകാൻ കാരണം. ഒരാവേശമുണ്ടായി. 4, കാണാനുള്ള വല്ലാത്തൊരാഗ്രഹം ഉള്ളിൽ തോന്നി. 5, പരിശുദ്ധ മാതാവിന് ബോധ്യമുണ്ടായി, ദൈവം അവളുടെ ചർച്ചക്കാരിയായ എലിശുബായിൽ അത്ഭുതവും അടയാളവും കാണിച്ചിരിക്കുന്നു, അവളെ കാണണം. ആ ബോധ്യത്തോടെ പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് പോവുകയാണ്, തിടുക്കം കാണിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 8 നോമ്പ് കാലത്ത് പരിശുദ്ധ അമ്മ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഈ തിടുക്കമാണ്. ഇന്ന് നമുക്ക് വാസ്തവത്തിൽ ഈ തിടുക്കമില്ലായ്മയാണ് നമ്മെ ഭരിക്കുന്നത്. എന്ത്? ദൈവത്തെക്കുറിച്ചറിയാനോ, നമ്മുടെ ചാർച്ചയിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനോ, ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ചെന്ന് കാണാനോ, അല്ലെങ്കിൽ സന്തോഷമുള്ളവരുടെ സന്തോഷം പങ്കുവയ്ക്കാനോ നമുക്കിന്ന് സമയമില്ല. അതിന് വ്യഗ്രതയില്ല, അതിന് ജിജ്ഞാസയില്ല, അതിന് ആഗ്രഹമില്ല, അതിന് ബോധ്യമില്ല. ഇവിടെ നമുക്കുണ്ടാകേണ്ട തിടുക്കം, അതിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പറയുകയാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നമുക്കൊരാനന്ദമുണ്ടാകണം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ നമുക്കതിലൊരു ആനന്ദമുണ്ടാകണം. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നമുക്കത് അറിയാനുള്ള ജിജ്ഞാസയുണ്ടാകണം. അത് തിന്മയ്ക്ക് വേണ്ടിയല്ല. ഇന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ജിജ്ഞാസയുണ്ട്. എന്താ? അവരുടെ കുറ്റപ്പെട്ടിൻ്റെ വശങ്ങൾ അറിയാൻ, വീഴ്ചയുടെ വശങ്ങൾ അറിയാൻ നമുക്ക് ജിജ്ഞാസ. എന്നാൽ അങ്ങനെയല്ല പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. അവരുടെ നന്മയുടെ വശങ്ങളെക്കുറിച്ച്, അവൾക്ക് ലഭിക്കേണ്ട സംരക്ഷണയെക്കുറിച്ചുള്ള അറിവിന് വേണ്ടിയാണ്, അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആവേശത്തോടെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക്, എലിശുബായിടക്കിലേക്ക് പരിശുദ്ധ അമ്മ പോയത്. അത് തികഞ്ഞ ആഗ്രഹത്തോടെ, തികഞ്ഞ സന്തോഷത്തോടെ, തികഞ്ഞ ഉത്സാഹത്തോടെയാണ് പരിശുദ്ധ അമ്മ പോയത്. അത് ആ ബോധ്യത്തിലാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങളെ ചുറ്റിയിരിക്കുന്നത്. ആ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിലാണ് പരിശുദ്ധ അമ്മ പോകുന്നത്. ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇന്നും നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും കടമ പ്രയാസത്തിലായിരിക്കുന്നവരെ, ഞെരുക്കത്തിലായിരിക്കുന്നവരെ അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന മാതൃക അതാണ്. അതുകൊണ്ട് ഈ തിടുക്കം നമ്മളിലുണ്ടാകണം. ഇനി പരിശുദ്ധ അമ്മയുടെ മറ്റൊരു സംഭവമാണ് കാനാവിലെ കല്യാണം. കാനാവിലെ കല്യാണത്തിന് ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അമ്മ പറയുകയാണ്, മകനെ, ഇവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി. കല്യാണ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നു. കർത്താവായ യേശുമശിഹായെയും അവിടേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ വീടിൻ്റെ കുറവുകളെ, വേറെ അനേകം വ്യക്തികൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു, അവരാരും ആ വീടിൻ്റെ കുറവിനെ കണ്ടറിഞ്ഞില്ല. വീട്ടുകാരൻ പോലും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ആ വീട്ടുകാരൻ്റെ കുറവിനെ കണ്ടറിയുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് തൻ്റെ തിരുകുമാരൻ്റെ അടുത്ത്, മകൻ്റെ അടുത്ത്, പ്രിയപ്പെട്ട മകൻ്റെ അടുത്ത്, വാത്സല്യനിധിയുടെ അടുത്ത് പറയുകയാണ്, മകനെ, ഇവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. വീഞ്ഞ് സന്തോഷം നൽകുന്നതാണ്, ഉന്മേഷം നൽകുന്നതാണ്. കല്യാണത്തിൻ്റെ നാളിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് വിളമ്പുന്ന ഒരു അനിവാര്യ ഘടകമാണെന്ന് വീഞ്ഞ്. മകനെ, ഇവർക്ക് വീഞ്ഞില്ല. കർത്താവിൻ്റെ മറുപടി, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അഥവാ
അവിടെ നമുക്ക് കാണാം, നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഒരു ഇൻഡിഫറൻസ്. ആ പ്രാർത്ഥനയോട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയോട്, ആ അപേക്ഷയോട് കർത്താവായ യേശു മിശിഹായ്ക്ക് ഒരു ഇൻഡിഫറൻസ് പോലെ, ഒരു നിരുത്തരവാദിത്വപരമായ ഇടപെടൽ പോലെ നമുക്ക് തോന്നിയേക്കാം. മറ്റൊരു കാര്യം, ലാക്ക് ഓഫ് ടൈം, സമയത്തിൻ്റെ കുറവ് പോലെ. അല്ലെങ്കിൽ കർത്താവ് കൽപ്പിക്കുകയാണ്, സമയമായിട്ടില്ല. നോക്കൂ, പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയകുമാരനോട് അപേക്ഷിക്കുകയാണ്, മകനെ, ഇവർക്ക് വീഞ്ഞില്ല, നിനക്കിത് ചെയ്യാൻ കഴിയും, ഇവരുടെ കുറവിനെ പരിഹരിക്കാൻ നിനക്ക് കഴിയുമെന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇവർക്ക് സന്തോഷം നൽകാൻ കഴിയും നിനക്ക്, ഇവരുടെ കുറവുകളെ തീർക്കാൻ നിനക്ക് കഴിയും, ഇത് അനുഗ്രഹകരമാക്കി തീർക്കാൻ നിനക്ക് കഴിയും, ആനന്ദത്തിലേക്ക് ഇവരെ നയിക്കാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എന്നാൽ കർത്താവ് യേശു മിശിഹ ഇങ്ങനെ കൽപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ അപ്പുറത്തേക്ക് ചെന്ന് അവനൊന്നും ചെയ്യില്ല എന്നല്ല വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാരോട് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവീൻ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവീനെന്ന് പരിശുദ്ധ അമ്മ ആ വീട്ടുകാരോട്, കലവറക്കാരോട്, സദ്യയ്ക്ക് ക്രമീകരണം ചെയ്യുന്നവരോട് ആവശ്യപ്പെടുകയാണ്. ആ ഇൻഡിഫറൻസും ലാക്ക് ഓഫ് ടൈം, സമയത്തിൻ്റെ അപര്യാപ്തതയൊക്കെ മാറ്റിവെക്കുകയാണ് കർത്താവ് ശുദ്ധീകരണത്തിലുള്ള കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പരിശോധിച്ചറിയുന്നവളാണ് പരിശുദ്ധ ദൈവമാതാവ്. നമ്മുടെ കുടുംബങ്ങളിലെ ആനന്ദത്തിൻ്റെ കുറവുകളെ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ തൻ്റെ പുത്രനോട് അപേക്ഷിക്കുന്നവളാണ് പരിശുദ്ധ മാതാവ്. ആ മാതാവിനോടൊപ്പം നമ്മളായിത്തീരണം. നമ്മൾക്ക് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കുറവുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സ്വഭാവരീതി നമുക്കുണ്ടാകണമെന്ന് ഈ 8 നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത നമുക്ക് എന്നും കാവലാകട്ടെ. 3 കാര്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. 1, പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട, തൻ്റെ തിരുകുമാരൻ്റെ ശിഷ്യന്മാരോടൊത്ത്, പ്രിയപ്പെട്ടവരോടൊത്ത് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരുമെന്ന് പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനത്തിലൂടെ. 2, പരിശുദ്ധ അമ്മ നമുക്ക് വലിയ മറ്റുള്ളവരുടെ സന്തോഷത്തെ, മറ്റുള്ളവരുടെ ക്ലേശങ്ങളെ കണ്ടറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ വ്യഗ്രതപ്പെടുന്നവളായിരുന്നു. നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ അയൽവാസികളെക്കുറിച്ച് ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ നമുക്കുണ്ടാകണം. അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരും ആവേശത്തോടെ, ആഗ്രഹത്തോടെ അവരെ അന്വേഷിക്കുന്നവരുമായിത്തീരണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 3, പരിശുദ്ധ അമ്മ നമ്മുടെ സന്തോഷത്തിൻ്റെ കുറവിനെ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നുവെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തെ കണ്ടറിഞ്ഞ് അതിന് കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ തമ്പുരാനോട് അപേക്ഷിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ടെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അതനുസരിച്ച് ഈ 8 നോമ്പ് പെരുന്നാളിൻ്റെ കാലഘട്ടം അനുഗ്രഹകരമായി തീരട്ടെ. ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, നീ ഇനി ചേറിലേക്ക് പോകരുത്, ഇനി നീ അഴുക്കിലേക്ക് പോകരുത്, അവൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുഷ്ഠിക്കുക, കർത്താവായ യേശു മിശിഹ പറയുന്നത് നീ അനുഷ്ഠിക്കുക. അപ്പോൾ നീ സന്തോഷത്തിൻ്റെ ഭാഗമായി തീരും. സന്തോഷത്തിൻ്റെ നിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും. നമുക്ക് ഒരു നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹസമ്പന്നനായ നാഥ, അവിടുത്തെ വലിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചല്ല നാഥ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ കൂടെ അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് ദുഃഖത്തോടും വിലാപത്തോടുമായിരിക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ആ കുരിശിൻ്റെ ചുവടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്താലും വിലയേറിയ മധ്യസ്ഥയാലും തമ്പുരാനെ, അങ്ങയുടെ വിലാപ്പുറത്തുനിന്നൊഴുകിയ രക്തത്താലും വെള്ളത്താലും ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. ശുദ്ധമുള്ള സഭയെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ പീഡയിൽ നിന്ന് രക്ഷ നേടാൻ, വിടുതൽ നൽകാൻ
തമ്പുരാനെ, ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ഞങ്ങളുടെ പിതാക്കന്മാരോ സഭയിലെ ജനങ്ങളോ ചെയ്തുകൊള്ള പാപങ്ങളെ ക്ഷമിച്ച് പുറത്ത് ഞങ്ങളോട് കരുണയായിരിക്കാൻ ഞങ്ങളെങ്ങോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയപ്പെടുന്നു. പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ കുറവിനെ കണ്ടറിഞ്ഞ് എല്ലാവരെയും സന്തോഷത്തിൻ്റെ നിറവുള്ളവരാക്കി തീർക്കാൻ തിരുകുമാരനോട് അപേക്ഷിച്ചല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പുത്രനോട് അപേക്ഷിക്കണമേ. സഭയിൽ സമാധാനമുണ്ടാകാൻ, ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ ദീർഘായുസ് നൽകി സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ സഭയിൽ എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവനെയും സമാധാനത്തിൽ നയിക്കുവാൻ, സന്തോഷത്തിലാക്കി തീർക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. മാലാഖമാരും വിശുദ്ധന്മാരും അമ്മയോടൊപ്പം പ്രാർത്ഥനയായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.